എന്തു പറ്റി നിനക്ക്? നിന്റെ വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന നീ ഇപ്പോ എന്താ എന്താ ഒരു മാറ്റം? അപ്പൊ ചെറിയൊരു ബിസിനസ്സിലേക്ക് ഒന്ന് മാറിയാലോ എന്നാണ് ഒരു അഭിപ്രായം. നിങ്ങളുടെ സപ്പോർട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോ ഇപ്പൊ എല്ലാവരും റീൽസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് റീൽസിലേക്ക് പോകാനാണ്. ഈ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തല്ലേ വേണ്ടത്? അതും ഒരു കണക്കിന് ശരിയാ. പിന്നല്ലാതെ നീ അടുത്ത ചാർജ് ഇവിടെ എനിക്കാ, സൂക്ഷിച്ചോ നീ. കൂടെ കെട്ടി വെച്ചിട്ടുണ്ടാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റെഡിയായി ഇരിക്കാൻ പറഞ്ഞു, സൂട്ട്കേസ് ഒക്കെ റെഡിയാക്കി ഇരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ഞാനല്ലേ? അടുത്ത നാട്ടാമ്മ. ഇങ്ങോട്ട് നോക്കിയേ, നിനക്ക് പറ്റൂട കൂട്ടാ, നിനക്ക് അതിനുള്ള ത്രാണിയുണ്ട് കൂട്ടാ. കിട്ടിയ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ. യൂട്യൂബ് നിർത്തി ഒഴിക്കാം, നിർത്തല്ല, എന്തായാലും അതിന്റെ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു പരിപാടി നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ആ സംശയവും തീർന്നു. പോകുമല്ല, ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം? അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്തി ഇറങ്ങുന്നത്. ഞാനിവനെ പൊന്തിച്ചു വരല്ലോ, നല്ല അസ്സൽ കുക്കറാ. അതാണ് ഞാൻ ഇവനെങ്ങനെ ശിഷ്യനായിട്ട് കൊണ്ടിറക്കണേ. ആ നന്ദി വരുന്നുണ്ട് കേട്ടോ. ദിവാകരട്ടെ, ഞാനും വരുന്നു. ഞാനുള്ളിടത്തോളം കാലം നിന്നെ ഞാൻ ഒരിക്കലും പട്ടിണി കേട്ടില്ല. അതിനുള്ള വിദ്യക്ക് എനിക്കറിയാം. ആദ്യത്തെ വിജയകരമാകുമെന്ന് നോക്കട്ടെ. നോക്കാനൊന്നുമില്ല, വിജയം സുനിശ്ചിതം. അതുകൊണ്ട് തന്റെ പിന്നിൽ ഒരു ശക്തിയായി ഞാൻ ഉണ്ടാകും. താൻ ധൈര്യമായി നടത്തിക്കോ. എല്ലാം പറഞ്ഞ പോലെ സ്ക്രീനിൽ കാണാം.